ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ് ടേൽസ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഗ്രേസ് കുട്ടിയുണ്ട്. ഹായ്. അപ്പൊ അതേ ക്രിസ്മസിന് ഇനി കുറച്ച് വീക്കും കൂടെ ഉള്ളൂ. അപ്പൊ ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ക്രാഫ്റ്റ്സ് വർക്ക് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യത്തെ പാർട്ടായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ആണ്. ക്രിസ്മസ് കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ ആണ് ഇന്നത്തെ വർക്ക്. ക്രിസ്മസ് കളേഴ്സ് ആണ് റെഡ്, ഗ്രീൻ, ഗോൾഡൻ, വൈറ്റ്. ആൻഡ് ബേസ് കോട്ട് ആണ് ബ്ലാക്ക്. യാ. പിന്നെ ഇന്നത്തെ വർക്ക് ഒരു മണ്ടാല ഡിസൈൻ ആണ് കേട്ടോ. അപ്പൊ ഈ വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായ ബോട്ടിൽ ആർട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ചെയ്തു നോക്കിയാലോ? ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിലുള്ള സ്റ്റിക്കേഴ്സും ഗ്ലൂവും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്ലൂ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം സോപ്പ് ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂ പോയിക്കോളും. ഈ ബോട്ടിലിൽ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഡിസൈൻ പോർഷൻ വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും ഞാൻ ബേസ് കോട്ട് അടിക്കാൻ പോവാണ്. ബേസ് കോട്ടിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. അപ്പം ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ആണ് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ ഫസ്റ്റ് കോട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് കോട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ഒരു കോട്ട് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ബോട്ടിലിൽ 2 കോട്ട് അടിച്ചു കഴിഞ്ഞു. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഡിസൈൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വളയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാമല്ലോ. ഒരു സർക്കിൾ വരച്ചു ഞാനിവിടെ. ഇനി സർക്കിളിൻ്റെ ബോർഡേഴ്സ് ഉണ്ടല്ലോ, അതിൽ കൂടെ ഒരു റെഡ് ഡോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ റെഡ് ഡോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഡോട്ടല്ല, ഒരു മീഡിയം സൈസ് ഡോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെയിൻറ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ആ സർക്കിളിൻ്റെ ബോർഡേഴ്സിനോട് ചേർത്ത് റെഡ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ ഈ ഡോട്ട്സുകൾ തമ്മിൽ. അപ്പോൾ ഈ പെയിൻറ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുട്ടി കുട്ടി ഡോട്ട്സ് ഈ 2 റെഡ് ഡോട്ട്സിൻ്റെ ഇടയിൽ കുട്ടി 2 വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ. ഇനി കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ഡോട്ടാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് പെൻസിലിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിക്കുന്നത് ഒരു ഗ്രീൻ കളർ ഡോട്ട്. അപ്പോൾ ഇതിന് ചുറ്റും ഗ്രീൻ കളർ ഡോട്ട് ഇടാൻ പോവാണ്. അപ്പം നമുക്ക് ഈ സ്പേസിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാറ്റേൺ ഫോളോ ചെയ്യാം. ആദ്യം തന്നെ താഴെ ഒരു ഡോട്ട് ഇടാം, പിന്നെ മുകളിൽ, പിന്നെ സൈഡിൽ, 2 സൈഡിലും, പിന്നെ 2 ഡോട്ടുകളുടെ ഇടയിൽ വീണ്ടും ഡോട്ട്സ് ഇടാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡോട്ട്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വലായിട്ട് വരും. ഞാൻ ഇതിനു മുന്നേ ഒരു മണ്ടാല ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നതിൽ ഒരു ഡൗട്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഡോട്ട്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും ഈ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വലായിട്ട് വരും. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഈ 2 ഗ്രീൻ്റെ ഇടയിൽ ഒരു ഗോൾഡൻ കളർ കൊണ്ടുള്ള ഒരു മീഡിയം സൈസ് ഡോട്ട് ഇടാൻ പോവാണ്. അപ്പം നമ്മൾ ആ റെഡ് ഡോട്ട് ഇട്ടില്ലേ, അപ്പോൾ ഉപയോഗിച്ച സെയിം ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗോൾഡൻ ഡോട്ട് ഇടുന്നത്. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് കുട്ടി കുട്ടി ഡോട്ട്സ്, വൈറ്റ് ഡോട്ട്സ്, ഗ്രീൻ വലിയ ഡോട്ടില്ലേ അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഇടാണ് കുട്ടി കുട്ടി ഡോട്ട്സ്. അപ്പോൾ ഒരു നല്ലൊരു ഡിസൈൻ പോലെ ആവും അത്. അപ്പോൾ ഈ ക്രിസ്മസ് ബോട്ടിൽ ആർട്ട് ആയതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് കളേഴ്സ് ആട്ടോ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ആ ഡിസൈനും കഴിഞ്ഞു. ഇനി ആ 2 ഗ്രീൻ്റെ ഇടയിൽ ഒരു റെഡ് കളറ് ആ സെയിം സൈസിലുള്ള ഒരു വലിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എല്ലാ ഗ്രീൻ്റെയും ഇടയിലായിട്ട് താഴെയായിട്ട് റെഡ് കളർ ഡോട്ട്. അതിന് താഴെ റെഡിന്
ഇടയിലായിട്ട് കുറച്ച് താഴെയായിട്ട് 2 റെഡിന് ഇടയിൽ ഒരു ഗ്രീനും കൂടി ഇടാണ്. ഇനി ഒരു ഡിസൈനും കൂടിയാണ്. എനിക്കിത് കുറച്ചിങ്ങനെ ഗ്യാപ്പായിട്ട് തോന്നിയ കാരണം കൊണ്ട് എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്താലോ എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ റെഡിന് തൊട്ട് താഴെയായിട്ട് 2 ഗ്രീനും ഇടയിൽ ഗോൾഡൻ കളറ് ഒരു മീഡിയം സൈസ് ഡോട്ട് ഇടും. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഈ ഗോൾഡൻ കളറ് തന്നെ റെഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഈ ഗോൾഡ് ഡോട്ടിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം, റെഡിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെഡിന് താഴെയായിട്ടൊരു വി ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ആവും അത്. അങ്ങനെ ഇതിന് ചുറ്റും ഒന്ന് കൊടുക്കാം. ഒന്നുകൂടി കാണിക്കാം. റെഡിന് തൊട്ട് താഴെയായിട്ട് ഗോൾഡൻ കളറ് ഒരു ഡോട്ട്, പിന്നെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് റെഡിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു ലൈൻ വരച്ച് താഴത്തെ ഡോട്ടിനോട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വി ഷേപ്പ് റെഡിന് താഴെയായിട്ട് വരും. ആ വി ഡിസൈൻ്റെ 2 സൈഡിലായിട്ട് കുട്ടി ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ആ വി ഡിസൈൻ്റെ താഴെയായിട്ട് വേറൊരു റെഡ്, അതായത് റെഡിന് താഴെ റെഡ്, ആൻഡ് 2 റെഡിൻ്റെ ഇടയ്ക്ക് ഒരു ഗോൾഡൻ കളറ്, പിന്നെ കുട്ടി 2 ഡോട്ട്സ് ബിറ്റ്വീൻ. അപ്പോൾ ഒരു നെക്ലസ് പോലെ ഈ ഡിസൈന് ചുറ്റും വീണ്ടും ഈ സെയിം പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ആ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ആ 2 ഡോട്ട്സ് ഇട്ടില്ലായിരുന്നോ, അപ്പോൾ ആ ഡോട്ട്സിനെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് നമ്മൾ 3 ഗ്രീൻ ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്, അത് ടൂത്ത് പിക്ക് വെച്ചിട്ട്. അപ്പം ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ ആ ഡിസൈൻ വരും. ഇനി ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2ൻ്റെ ഇടയിൽ ഗോൾഡൻ കളറിൽ ഒരു മീഡിയം സൈസ് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് ഈ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ പോവാണ്. ഒരു ഗ്രീൻ, ഇനി ആ ഗ്രീൻ്റെ താഴെ റെഡിൻ്റെ താഴെ ഗ്രീൻ, പിന്നെ ഗോൾഡിൻ്റെ താഴെ വൈറ്റ്, അങ്ങനെ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റെഡും ഗ്രീനും വലിയ ഡോട്ട്, പിന്നെ ഗോൾഡൻ കളറും വൈറ്റും മീഡിയം സൈസ് ഡോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്കും, മറ്റേതിന് വേണ്ടിയിട്ട് പെൻസിലിൻ്റെ ബാക്ക് സൈഡ്. പിന്നെ എൻ്റെ ആ പണ്ടത്തെ മണ്ടാല ഡിസൈൻ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ച വേറൊരു ഡൗട്ടാണ്, ഞാൻ എന്ത് തരം പെയിൻ്റാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിൻ്റാണ്. ആർട്ടിസ്റ്റ് ലോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അത് ആ ഒരു ബ്രാൻഡേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഉപയോഗിച്ചിട്ട് ഇതുവരെയും ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന ഇഷ്യൂ വന്നിട്ടില്ല. കുറച്ച് പേര് എന്നോട് പറഞ്ഞു ഡോട്ട് ഇടുമ്പോൾ ഈ പെയിൻറ്റ് അവിടെ കട്ടിയായിട്ട് ഇരിക്കുന്നില്ല, അത് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കുറച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യുന്നതല്ല, എന്നാലും ഭയങ്കര വാട്ടറി പെയിൻ്റ് അല്ല, ഇതൊരു കുറച്ച് കട്ടിയുള്ള പെയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഡോട്ട് ഇടുമ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ട്, അതിങ്ങനെ ഒഴുകി പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഡോട്ട് ആർട്ട് മണ്ടാല ആർട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ള പെയിൻ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. ഒത്തിരി കട്ടിയല്ല, എന്നാൽ ഒത്തിരി വാട്ടറിയും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ, റെഡ് അങ്ങനെ ഡോട്ടിട്ട് ഇതൊരു ആ ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഡയാമീറ്ററുള്ള സർക്കിൾ കംപ്ലീറ്റ് ആയി. പക്ഷെ എന്നാലും ഇത് ബാക്ക് സൈഡിൽ കുറച്ച് പോർഷൻ പെയിൻ്റ് ആയിട്ടില്ല, ഡോട്ട് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോട്ട് പാറ്റേൺ 2 സൈഡിൽ നിന്നും ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് 2ഉം കൂടി ജോയിൻ ചെയ്യിപ്പിക്കാൻ പോവാണ്. കണ്ടോ, ഇപ്പോൾ അത് ബോട്ടിലിൻ്റെ 2 എൻഡും കൂടി ജോയിനായി. ഇനി സെൻറ്ററിൽ ഞാൻ വൈറ്റ് ഗോൾഡൻ കളർ അതും വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ പോവാണ്. ഞാനിത് പ്ലാൻ ചെയ്തതൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഓരോ ഡോട്ടിടും, അത് കഴിയുമ്പോൾ അടുത്ത കളർ എടുത്തിടും, അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഇത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഭംഗിയിൽ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ മെയിൻ ഡിസൈൻ എല്ലാം കഴിഞ്ഞു. ഇനി ചെറിയൊരു
വർക്കും കൂടി ഉള്ളൂ. ഇതിൽ മെറി ക്രിസ്മസ് എന്നും എഴുതണം. ഇനി ഞാൻ ബേസ് കോട്ട് അടിക്കാണ്ട് വിട്ടിരുന്ന ആ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ മെറി ക്രിസ്മസ് എന്ന് എഴുതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറ് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്, അക്രിലിക് പെയിൻറ്റ്. ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കർ വെച്ചിട്ട് എഴുതാം, ബ്രഷ് വെച്ചിട്ട് എഴുതാം. എനിക്ക് കുറച്ചും കൂടി ടൂത്ത് പിക്ക് വെച്ച് എഴുതുമ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് വരുന്ന പോലെ തോന്നി. അത് കാരണം കൊണ്ടാണ് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് എഴുതുന്നത്. അപ്പോൾ ആ ലെറ്റേഴ്സ് എല്ലാം എഴുതാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈനിൽ വേണമെങ്കിലും എഴുതാം കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സെൻറ്ററിൽ ഒരു സർക്കിൾ വിട്ടിട്ടില്ലായിരുന്നോ, അത് ഞാൻ ശരിക്കും വിട്ടത് ജോയ് അല്ലെങ്കിൽ ഹോപ്പ് അങ്ങനെ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ജോയ് എന്ന് എഴുതാണ്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞു. അതും ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ടും ഗോൾഡൻ പെയിൻറ്റും വെച്ചിട്ടാണ് അത് എഴുതുന്നത്. ഇനി അവസാനം ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ പേരും ഡേറ്റും എഴുതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്രിസ്മസ് ബോട്ടിൽ ആർട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വർക്കുമായിട്ട് കാണാം. Stay safe. Thanks for watching. Bye.